എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ് വിനായകൻ. അറിയാമല്ലോ, അദ്ദേഹം നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചില ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഭക്തിമാർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മൂകാംബികയിൽ ജയസൂര്യവുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രസ്താവനകളെല്ലാം വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എതിർക്കേണ്ട കാര്യം അവനവൻ്റെ ഇഷ്ടം. അവനവൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഈ എതിർപ്പുകൾ വരുന്നത് മനസ്സിലാവുന്നില്ല. വിനായകന് നന്നായിക്കൂടെ, ഒന്ന് നന്നാകാം എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ എന്തിനാണ് നമ്മൾ എതിർക്കാൻ നടക്കുന്നത്? അത് ഹിന്ദു ക്ഷേത്രമായതുകൊണ്ടല്ലേ അത്ര എതിർപ്പ് വരുന്നത്. വേറെന്തെങ്കിലും ആയാൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഫിലിപ്പം പ്രസാദിനെ പറ്റി പറയുന്ന കാര്യം, വിപ്ലവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വെള്ളത്തൂവൽ സ്റ്റീഫൻ പ്രേക്ഷിത വൃത്തിയിലേക്ക്, വിപ്ലവത്തിൽ നിന്ന് പ്രേക്ഷിത വൃത്തിയിലേക്ക് കടന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവം. അവസാനം അവിടെ എത്തും. എല്ലാവരും എത്തുന്നിടമാണ് ഈ വിശ്വാസം, ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? വിനായകൻ എന്ന് പറഞ്ഞ ഇത്ര അഹങ്കാരിയായിട്ടുള്ള ഒരു സിനിമ നടനെ ഞാൻ കണ്ടിട്ടില്ല. വിനയം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സ്ത്രീകളെ ഭോഗിച്ചിട്ട് പച്ചയായിട്ട് ഞാൻ അവരെ ഭോഗിച്ചു ഇവരെ ഭോഗിച്ചു എന്ന് പച്ചത്തെറി പോലെ പറയുക. അതുപോലെ തന്നെ അശ്ലീലം പ്രദർശിപ്പിക്കുക പൊതുമധ്യത്തിൽ, ഇൻഡീസൻറ്റ് ബിഹേവിയർ, ഇതിൻ്റെ എല്ലാവരും പരസ്യമായ തെറിവിളികൾ. മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നോ എന്ന് സംശയം. അല്ലാതെ ഇങ്ങനൊന്നും സ്വബോധത്തോടുകൂടി സമചിത്തതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല സമൂഹ മധ്യത്തിൽ ഇതൊന്നും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഈ പാപഭാരങ്ങൾ പേറി അദ്ദേഹം സമൂഹത്തെ തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു, ഈശ്വരനെയും വെല്ലുവിളിക്കുകയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ജാതിയാണ് പ്രശ്നം, എൻ്റെ നിറമാണ് പ്രശ്നം, അതൊരു എക്സ്ക്യൂസാണ്. പലപ്പോഴും ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന് പറയുന്ന ഒരു എക്സ്ക്യൂസാണ്. എൻ്റെ നിറമാണ് പ്രശ്നം, എൻ്റെ ജാതിയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സിനിമയിൽ. അങ്ങനെയുള്ള യാതൊരു നിങ്ങളുടെ കഴിവ്, ടാലൻറ്റ്, കാലിബർ, അത് പൈസ വാങ്ങിക്കുന്നതാണ്. അതൊരു വ്യവസായം. അത് കച്ചവടച്ചരക്കാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ വിജയിക്കും. ജാതി മതം അങ്ങനെ ഒന്നും പ്രശ്നമില്ല. സിനിമാ നടന്മാരുടെ ജാതിയും മതമൊന്നും നമ്മൾ നോക്കാറില്ല. അല്ലെങ്കിൽ മമ്മൂട്ടിയൊന്നും ഇത്ര വലിയ ശോഭനമായിട്ടുള്ള ഇത്രയധികം പ്രതിഫലം വാങ്ങിക്കുന്ന നടന്മാരായിട്ട് മാറുകയില്ലായിരുന്നു. പ്രേം നസീറും മാറുകയില്ലായിരുന്നു. കേരളീയർ എന്ന് പറയുന്ന പോലെ ഭാരതീയരും അങ്ങനെ ഒരു കാര്യം വെച്ച് പുലർത്തിയിട്ടില്ല. അതാണ് സനാതന ധർമ്മത്തിൻ്റെ ഗുണം. സൽമാൻ ഖാൻ അങ്ങനെയാണ് ഉന്നതങ്ങളിലെത്തുന്നത്. മതചിന്തയോടുകൂടിയല്ല നമ്മൾ ഈ കാര്യങ്ങൾ, മതത്തെ മാത്രം മതചിന്തയോടുകൂടി കാണുക, അതിനപ്പുറമുള്ള കാര്യങ്ങളെ അതതായിട്ട് കാണുക, വിനോദോപാധിയായിട്ട് മാത്രം കാണുന്ന ഒരു സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ദിലീപ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ലോകം ആകെ ആരാധിക്കുന്നവരായിട്ട് തീരാൻ കഴിഞ്ഞിട്ടുള്ളതും സംശയമില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് ഈ സനാതനധർമ്മം. ഇതറിയാതെ ആരെങ്കിലും ആൾക്കാർ ഉദയനിധിയെപ്പോലെ വിവരദോഷികൾ പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും വാചകമേളയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിൻ്റെ കുഴപ്പമല്ല, ഹിന്ദുമതം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടമനസ്സുകളുടെ ചേതോവികാരത്തിൻ്റെ ഫലമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് വിനായകൻ കാണിച്ച വൃത്തികേടുകൾക്ക് അതിരില്ല. ഇദ്ദേഹം ജയസൂര്യയുടെ ഭാര്യയ്ക്കൊപ്പമാണ് മൂകാംബികയാണ് സന്ദർശിച്ചിരിക്കുന്നത്. നല്ല കാര്യം. മൂകാംബിക എന്ന് പറയുന്നത് ശ്രീശങ്കരൻ്റെ ജ്ഞാനപീഠം ഈ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉയരങ്ങൾ താണ്ടി എത്തേണ്ട കുടജാദ്രിയിലുമൊക്കെ നമുക്ക് നടന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സദ്ഗതിക്കും സദ്വഴിക്കും സത്സംഗത്തിനും പ്രേരിപ്പിക്കുന്നതാണ്, നല്ല വഴിക്ക് നടത്തുന്നതാണ്. അപ്പം ഒരു പക്ഷേ വിനായകൻ ഇങ്ങനെയൊക്കെ വൃത്തികെട്ട ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും അവിടെ പോയി ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹം ജനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു ശക്തി നിർവിശേഷത അവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്തായാലും അദ്ദേഹത്തിന് പോകാൻ തോന്നി, എല്ലാവർക്കും അങ്ങനെ പോകാൻ തോന്നില്ല, തോന്നിയത് തന്നെ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പൂർവാശ്രമമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. തീർച്ചയായിട്ടും മൂകാംബിക ഭക്തനായിട്ട് വരുന്നതോടുകൂടി കലാരംഗത്തും അദ്ദേഹത്തിന് പ്രശോഭിക്കാൻ കഴിയും. സുരേഷ് ഗോപിയൊക്കെ ധാരാളം തവണ പോയിട്ടുള്ളതാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല, പലതവണ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാതെ വന്ന് വിഷമം, അതിൻ്റെ വൈഷമം അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കുക. ഇവിടുത്തെ അറപ്പര സരസ്വതി ക്ഷേത്രം തിരുവനന്തപുരത്ത് തന്നെ, അവിടെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ചാൻസുകൾ തേടിയെത്തുകയായിരുന്നു എന്നും അദ്ദേഹവും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹി കഴകക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇതുവരെ നിഷേധിച്ചിട്ടുള്ള കാര്യവുമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തി മാർഗമെന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊക്കെ അച്ചടക്കവും അതുപോലെ തന്നെ നമ്മുടെ സർഗശക്തികൾക്ക് കുറച്ചുകൂടി ഒരു ഉന്മേഷവുമൊക്കെ നൽകാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യം. അല്ലെങ്കിൽ എം ടി പോവില്ലല്ലോ, എല്ലാത്തിനെയും എതിർത്തിരുന്ന എം ടി അവിടെ പോവില്ലല്ലോ. അതുപോലെ എത്രയോ കലാകാരന്മാരെ അവിടെ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്.
മുൻപെല്ലാം ഇത്തരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിലുള്ളവർക്ക് തങ്ങളുടെ വിശ്വാസം തുറന്നു പറയാൻ മടിയായിരുന്നു, ഭയമായിരുന്നു. ഇനി ചാൻസുകൾ കുറയുമോ എന്നുള്ള ഭയം ഉൾപ്പെടെ അതിലുണ്ട്. അതെ, അതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ക്ഷേത്ര പ്രതിഷ്ഠയിൽ, ക്ഷേത്ര വിഗ്രഹത്തിൽ, ദേവീ വിഗ്രഹത്തിൽ ചോരയും കഫവും കാർക്കിച്ചു തുപ്പാൻ ഉള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച ആളാണ് എം ടി വാസുദേവൻ. ഒടുവിൽ അദ്ദേഹം ഈറനായി ക്ഷേത്ര നടയിൽ വന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആ എം മുകുന്ദൻ ഒരു തരത്തിലുള്ള അരാജകത്വവും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നിന് പ്രേരണയാവുന്ന ഉത്തരാധുനിക സാഹിത്യവും ഒക്കെ, അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന അസ്തിത്വവാദവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ഈ ജീവിതമെന്ന് പറയുന്നത് നിരർത്ഥകമാണ്, പേജർസം പോലും ആത്മഹത്യയാണ് എല്ലാത്തിൻ്റെയും ഉത്തരം എന്ന് പറഞ്ഞ ആ പേജീസം പോലും പ്രചരിപ്പിച്ച എം മുകുന്ദൻ പോലും ക്ഷേത്രനടയിൽ അച്ചടക്കമുള്ള ഒരു കുട്ടി അച്ചടക്കത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും എത്തുന്നിടം ഇവിടം തന്നെയാണ്. അവസാനം എല്ലാവരും എത്തും. സ്വന്തം ഭാര്യയുടെ കെയർ ഓഫിലെങ്ങും എത്തുന്ന കോടിയേരി ബാലകൃഷ്ണനെയും പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന നിരീശ്വരവാദിയെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസം, നമ്മളതിനെ കളിയാക്കേണ്ടതില്ല. പക്ഷേ കളിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പണ്ട് നാം ചർച്ച ചെയ്തതാണ് ഒരാഴ്ച മുമ്പ് ഇത്തരത്തിൽ തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് കാവടി എടുത്തപ്പോൾ, അഗ്നിക്കാവടി എടുത്തപ്പോൾ കാർത്തിക് സൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. അതിന് സ്വന്തം വിശ്വാസങ്ങളിലേക്ക് നാം തിരിച്ചു പോവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ, അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകും? അല്ല, ഇവിടെ ഇപ്പോൾ ഭീകരവാദത്തിലേക്ക് പോവുകയും IS റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ആ സാഹചര്യത്തിലേക്ക് പോയതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു പറയുന്ന അരുന്ധതി റോയിയെ പോലെ ഉള്ള ആൾക്കാരുണ്ട്. കാശ്മീരിൽ പോയി കൽഹളൻ്റെയും കശ്യപൻ്റെയും നാടായ കാശ്മീരിൽ നടക്കുന്ന അവരെ കൊന്നു തള്ളിയിരിക്കുന്ന ആൾക്കാരുടെ ശവങ്ങൾ കണ്ടിട്ട് ആ ശവങ്ങളെ അപലപിക്കുകയും അവിടുത്തെ തീവ്രവാദികളെ അഭിനന്ദിക്കുകയും ചെയ്ത അരുന്ധതി റോയിയെ പോലുള്ള സാഹിത്യകാരികൾ നമുക്കുണ്ട്. പക്ഷേ അവരെ അനുമോദിക്കുകയാണ്. തീവ്രവാദത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണമെന്ന് ഒരു വാക്കുപോലും പറയാത്തവർ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോകരുത്, തൈപ്പൂയ കാവടി എൻ്റെ പോകുമ്പോൾ നിങ്ങൾ പോകരുത് എന്ന് ഉപദേശിക്കാൻ നടക്കുന്നവർക്ക് നമ്മൾ വാസ്തവത്തിൽ അധോരോമത്തിൻ്റെ പോലും വില കൊടുക്കേണ്ട കാര്യമില്ല. പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ വാർത്ത ആവർത്തിക്കുക, അധോരോമത്തിൻ്റെ പോലും വില കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ കിടന്ന് പറയട്ടെ, ഹിന്ദു മതത്തിനോടുള്ള വിരോധം കൊണ്ടും അവരുടെ അധമമായ സംസ്കാരം കൊണ്ടും പറയുന്നതിന് ഞാനീ പറയുന്ന ആ സാധനത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് കടപ്പെട്ടിരിക്കുന്ന ഈ വാക്കിന് അത്രമാത്രം വില കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ തള്ളിക്കളയുക. അവർ കിടന്ന് തള്ളട്ടെ, നമുക്കത് തള്ളിക്കളയാം. ഈ സ്വന്തം വിശ്വാസത്തിലും അതോടൊപ്പം തന്നെ സ്വന്തം പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നാൽ ഇനി വിനായകന് ഒരു തിരിച്ചുവരവ് സാധിക്കുമോ? പൊതുവെ അങ്ങനെ വഴിതെറ്റി നടക്കുന്നവർക്ക് ഈ വിശ്വാസം കൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമോ? വിശ്വാസം കൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. അങ്ങനെ വിശ്വാസത്തിലൂടെ ആനന്ദം കൈവരിച്ച നമ്മുടെ ഈ സനാതനധർമ്മം പറയുന്നത് നമ്മളെല്ലാം ആനന്ദമയ സ്വരൂപങ്ങളാണ് എന്നാണ് പറയുന്നത്. ആനന്ദമാണ് നമ്മൾ തേടുന്നത്. മയക്കുമരുന്ന് കഴിക്കുമ്പോഴും അശ്ലീലം കാണിക്കുമ്പോഴും ഒക്കെ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ആനന്ദം തന്നെയാണ്. കള്ളു കുടിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ബ്ലിസ് അഥവാ ആനന്ദം. പക്ഷേ അത് പരിപൂർണമായിട്ടുള്ള ആനന്ദമല്ല. നമ്മളുടെ മനസ്സ് അടക്കിയുള്ള, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ആസക്തികളും അടക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തുംഗമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് തുല്യമായി മറ്റൊന്നുമില്ല. അത് ആനന്ദം തന്നെയാണ് എന്ന് പറയുന്നു. നമ്മുടെ ഈ പറയുന്ന ഹിമാലയത്തിലെ യോഗിമാർ, അതുപോലെ തന്നെ നാഗസന്യാസിമാർ ഒക്കെ അച്ചീവ് ചെയ്യുന്ന ഒരവസ്ഥയാണത് പരമമായ ആനന്ദം, പരമാനന്ദം എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യത്തെ ചുവടാണ് ഈ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ വളയത്തിൽ കൂടി ചാടി വളയമില്ലാതെ ചാടുക എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹങ്ങളില്ലാതെ തന്നെ മനസ്സിനെ സ്വച്ഛന്തമായി അടക്കി നിർത്താൻ കഴിയുന്ന സ്വച്ഛന്തമായ അവസ്ഥ. അതെല്ലാവർക്കും ഒന്നും പ്രാപിക്കാൻ കഴിയുന്നതല്ല. അതാണ് പരമമായ ആനന്ദം. പക്ഷേ അതിലേക്കുള്ള വഴിയിൽ കൂടി നമ്മൾ റൈറ്റ് സ്റ്റെപ്പ് ഇൻ ദി കറക്റ്റ് ഡയറക്ഷൻ, അതാണിപ്പോൾ നടത്തിയിട്ടുള്ള വിനായകൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അഭിനയ രംഗത്ത് ഇനിയും കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ. വിനയാന്വിത. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ ജയസൂര്യ ആയിരുന്നു. ജയസൂര്യ കുംഭമേളയ്ക്ക് എത്തിയപ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇടക്കാലത്ത് ഒരു പീഡന കേസെല്ലാം വന്നല്ലോ. അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. അത് മനസ്സിലെ മാലിന്യങ്ങളാണ് അവർ പുറത്തെടുക്കുന്നത്. ആ മാലിന്യങ്ങൾ അങ്ങനെയെങ്കിലും ഒഴുകിപ്പോട്ട് മനസ്സിലായി ഹിന്ദു മതത്തിനോടുള്ള ഒരു വിരോധം,
അത് ഇങ്ങനെ ലോകഗുരുവായിട്ട് ഇന്ത്യ മാറുന്നതിൻ്റെ ഒരു വിഷമം, അങ്ങനെയൊക്കെ ഇത്രയായിട്ട് ഈ മതത്തിനെ നശിപ്പിക്കാൻ കഴിയാതെ നിലനിൽക്കുന്നതിലുള്ളൊരു പ്രയാസം, ഇതൊക്കെയാണ് മലീമസമായിട്ടുള്ള വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. സനാതനധർമ്മത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവയൊക്കെ അവഗണിക്കുകയും നമ്മൾ പരമമായ എല്ലാത്തിനും ഉൾക്കൊള്ളുക, പരമാനന്ദത്തിലേക്കും പരമമായ സത്യത്തിലേക്കുമുള്ള നമ്മുടെ രഥ്യ തുടരുക. പരബ്രഹ്മ സ്വരൂപന്മാരാണ് നമ്മൾ. ആ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവരായിട്ട് തന്നെ സ്ഥിതി ചെയ്യുക. ഒന്നും വക്കാണവും വഴക്കിനും ഒന്നും പോകേണ്ട കാര്യമില്ല. സമയം അതിനുവേണ്ടി പാഴാക്കേണ്ടതുമില്ലതുമാണ് സനാതനധർമ്മം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ആ പാതയിലേക്കാണിപ്പോൾ വിനായകനും വന്ന് എല്ലാവരും അവസാനം അവിടെ തന്നെ എത്തിച്ചേരും.